ഇസ്രായേലും നല്ല രീതിക്ക് മുന്നോട്ട് പോകില്ല എന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറേയും കൂടി വ്യക്തത വരികയാണ്. ഇറാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലെങ്ങാനും ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ തീർത്തും അവസാനത്തെ യുദ്ധമായിട്ട് അതിനെ പരിഗണിക്കുകയും അവസാനത്തെ ഫൈനൽ ബാറ്റിലായിട്ട് ഞങ്ങളതിനെ കണ്ടിട്ട് ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഇനിയൊരു സീസ് ഫയറോ ഞങ്ങൾ അംഗീകരിക്കില്ല. ആ രീതിക്ക് അമേരിക്കയ്ക്കും കൊടുക്കും, ഇസ്രായേലിനും കൊടുക്കും. കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ, ഇപ്പം നിലവിൽ ഖത്തറിലാണ് ഇവരുടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന അഥവാ അത്യാധുനിക സംവിധാനങ്ങളും എയർക്രാഫ്റ്റുകളും യുദ്ധ എയർക്രാഫ്റ്റുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഞങ്ങൾക്കെതിരെ തിരിക്കുമെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. എങ്കിലും അത് ഞങ്ങൾക്കെതിരെ തിരികുകയാണെങ്കിൽ ഖത്തറും ഞങ്ങളുടെ പരിധിയിൽ വരും, ലക്ഷ്യസ്ഥാനമായി ഞങ്ങൾ പരിഗണിക്കേണ്ടി വരുമെന്ന് ആയത്തുള്ള ഖാംനയുടെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള ഖാംനയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ചീഫ് മിലിറ്ററി സ്റ്റാഫാണ് പറഞ്ഞത്. ആ ചീഫ് മിലിറ്ററി സ്റ്റാഫിൻ്റെ പേര് എന്താണെന്നുള്ളത് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് യഹ്യ റാഹിം സഫാവി എന്നാണ്. സഫാവി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ഫൈനൽ ബാറ്റിൽ വിത്ത് ഇസ്രായേലിനോട് ഏറ്റവും നന്നായി അവസാനത്തെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. അതിനിടയ്ക്ക് പറയാനുള്ള താല്പര്യമുള്ള ആളുകൾ, ഇതൊരു വിഷയം നമ്മൾക്ക് ചാനലിൽ പറയുമ്പോൾ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്, അഥവാ ഇതൊന്നും പ്രക്ഷേപണം നടത്തരുത്, നടത്തിയ ചാനൽ പൂട്ടിക്കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ ആ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും നമ്മളെ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇവിടെ അബ്ബാസ് അരാസ്കിയും അതുപോലെ തന്നെ പെഷസ്കിയും ഒക്കെ പറയുന്ന അതേ റൂട്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. മിലിറ്ററി അഡ്വൈസർ ടു ഇറാൻ സുപ്രീം ലീഡർ അയാത്തുള്ള ഖാംനി ടോൾഡ് ഇറാനിയൻ മീഡിയ. ഇറാനിലെ മീഡിയക്കാരോട് പറയുകയാണ്, നമ്മൾ അവസാന യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി എന്താണോ അവരുടെ മുമ്പിലുള്ളത് ആ ലക്ഷ്യസ്ഥാനം അവർ നേടാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ നമ്മൾ നേടിയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് രാജ്യത്തെ എല്ലാ ജനങ്ങളും എല്ലാ അർത്ഥത്തിലും അലേർട്ടഡായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകരുത്. നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കൽ ഏത് ആളുകളുടെ അല്ലെങ്കിൽ എത്ര വലിയ ശക്തികളാണെങ്കിലും നമ്മുടെ ആവശ്യമാണ്. അതിനു മുമ്പിൽ അടിയറവ് പറയേണ്ട കാര്യം നമുക്കില്ല. കാലങ്ങളോളം നമ്മൾ അനുഭവിച്ച പൊറുതിമുട്ടുകൾ അല്ലെങ്കിൽ പൊറുതികേടുകൾ, ആ ഉപരോധങ്ങൾ ഒക്കെ നമ്മൾ 40 വർഷത്തോളം അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കണം, നിൽക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളോട് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തണം. അഥവാ നിങ്ങളുടേതായ എല്ലാ ഒരുക്കങ്ങളും വീടാന്തരം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും മരിക്കാൻ തീരെ പേടിയില്ലാത്ത ആളുകളാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എന്നാൽ ജൂതന്മാരുടെ അവസ്ഥ മറ്റൊന്നാണ്. അവർക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പേടിയുള്ള ടീമാണ്. അവർക്ക് ആ ലെവലിൽ ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും കാത്തിരുന്ന് കാണണം. ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള വാർത്ത നമ്മൾ പറയുമ്പോൾ മറ്റുള്ള ചില ആളുകൾക്ക് തീരെ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനെതിരെ തിരിയുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷമായി കാണാം. എല്ലാവർക്കും നന്ദി.